സ്കിൻ കെയർ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിൽ മിസ്റ്റേക്സ് നമ്മൾ ഇതിൽ വരുത്താറുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സ് മൂലം നമുക്ക് ആ ഒരു സ്കിൻ കെയർ കൊണ്ട് ലഭിക്കേണ്ട ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ക്വാളിറ്റിയും സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും ഈവൻ ടോൺ ആയിരിക്കുന്നതൊക്കെ ആ ഒരു നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്ന മിസ്റ്റേക്ക് മൂലം നമുക്ക് അത് നഷ്ടമാകാം. ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചെറിയ മിസ്റ്റേക്സ് മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. പറയുമ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാൻസി ആയിട്ട് കാണുന്ന പ്രോഡക്ട്സ് ഒന്നും ആദ്യമേ കയറി വാങ്ങി യൂസ് ചെയ്യരുത്. DIY നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യണമെന്ന് നമ്മൾക്ക് അറിയത്തില്ല. സ്കിന്നിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ഏതൊരു കാര്യങ്ങളായാലും യൂസ് ചെയ്യാനായിട്ട്. അടുത്ത വരുന്ന മിസ്റ്റേക്ക് ഈ പീലിംഗ് സൊല്യൂഷനിൽ ഉണ്ടാകുന്നത്. പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ കെയർ സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തതാണ്. കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഷിബിങ് സെൽഫ്. ഇറ്റ്സ് മീ അർഷി. അപ്പൊ സ്കിൻ കെയർ സ്റ്റെപ്സിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സീരീസ് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, ടോണർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, സിറം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്, മോയ്സ്ചറൈസർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആൻഡ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക്. അപ്പോൾ എന്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് തരത്തിൽ മിസ്റ്റേക്സ് നമ്മൾ ഇതിൽ വരുത്താറുണ്ട്. അപ്പൊ ആ മിസ്റ്റേക്സ് മൂലം നമുക്ക് ആ ഒരു സ്കിൻ കെയർ കൊണ്ട് ലഭിക്കേണ്ട ആ ഒരു സ്കിന്നിന്റെ ആ ഒരു ക്വാളിറ്റിയും സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നതും ഈവൻ ടോൺ ആയിരിക്കുന്നതൊക്കെ ആ ഒരു നമ്മൾ ഈ ഇങ്ങനെ ചെയ്യുന്ന മിസ്റ്റേക്ക് മൂലം നമുക്ക് അത് നഷ്ടമാകാറുണ്ട്. നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. സ്കിൻ കെയർ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാറില്ല. ചില മിസ്റ്റേക്സ് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ മിസ്റ്റേക്സ് മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ആ ഒരു സ്കിൻ കെയറിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോൾ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ടു ഓയിലി ആണെങ്കിൽ നോർമൽ സ്കിന്നാണ്. അപ്പോൾ ഓരോ സ്കിന്നിനും ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ആയാലും ആൻഡ് മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും നോൺ ഗ്രീസി അല്ലെങ്കിൽ നോൺ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോഴേ നമ്മൾ ഓയിലി സ്കിന്നത് ഓയില് കൂടുതൽ സെക്രേറ്റ് ചെയ്യാതെ നമ്മളെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഐറ്റംസ് ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പൊ മോയ്സ്ചറൈസർ ആയാലും ഫേസ് വാഷ് ആയാലും സൺസ്ക്രീൻ ആയാലും യൂസ് ചെയ്താലേ അവരുടെ സ്കിന്നിൽ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ ഒരിക്കലും സ്കിൻ കെയർ പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാൻ പാടില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാൻസി ആയിട്ട് കാണുന്ന പ്രോഡക്ട്സ് ഒന്നും ആദ്യമേ കയറി വാങ്ങി യൂസ് ചെയ്യരുത്. ഇപ്പൊ ഫാൻസി ആയിട്ടുള്ള ഇപ്പൊ സിറം ആയാലും മോയ്സ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും നമ്മൾ ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള സിറംസും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഉണ്ട്. അതൊക്കെ നമ്മൾ ഹൈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യമേ യൂസ് ചെയ്യാൻ പാടില്ല. കോൺസെൻട്രേഷനിൽ തുടങ്ങിയിട്ട് വേണം ഹൈയിലോട്ട് പോകാനായിട്ട്. അപ്പോഴും നമ്മൾ സ്കിൻ അതുമായിട്ട് ബ്ലെൻഡ് ആയിട്ട് നമ്മൾ സ്കിന്നിൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പൊ സിറം ആയാലും നമ്മൾ ലോ കോൺസെൻട്രേഷനിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ലോ കോൺസെൻട്രേറ്റഡ് ലോ ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല നമ്മൾ സ്കിന്നിന് ഇറിറ്റേഷൻ ഇല്ലാന്ന് തോന്നിയിട്ട് വേണം നമ്മളിപ്പോ ഒരു ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ DIY നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യണമെന്ന് നമ്മൾക്ക് അറിയത്തില്ല. നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുമെന്നോ എത്രത്തോളം അത് നമ്മുടെ സ്കിന്നിനെ അത് വർക്ക് ചെയ്യിക്കുമെന്നോ അത് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മളത് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മളത് വീണ്ടും അത് റിപ്പയർ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ DIY ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസിലായിട്ടൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഡാമേജ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ സ്കിന്നിൽ ഇടാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ലെമൺ, ഓറഞ്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. ഇപ്പൊ ബേക്കിംഗ് സോഡ ആയാലും അല്ലെങ്കിൽ വിനീഗർ ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സ്കിന്നിലുള്ള ആ ഒരു മോയ്സ്ചറിനെ ഇറിറ്റേറ്റ് ചെയ്യും. pH ബാലൻസ് ഒക്കെ അങ്ങ് പോകും. നമ്മൾ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. സ്കിൻ അത്
നമുക്ക് കിട്ടേണ്ട റിസൾട്ടിന് പകരം നമുക്ക് തലതിരിച്ചായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ അത് ഉണ്ടാകുന്നത്. സ്കിന്നിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം ഏതൊരു കാര്യങ്ങളാണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് എന്തെങ്കിലും ആക്നെ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, അത് ആദ്യം പരിഹരിച്ചിട്ട് വേണം സ്കിൻ കെയർ സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട്. സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പലതരത്തിലുള്ള മിസ്റ്റേക്സ് നമ്മൾ ഇതിൽ വരുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഡാമേജേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കിന്നിൽ മേജർ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. അടുത്ത തന്നെ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഈ പീലിംഗ് സൊല്യൂഷനിൽ ഉണ്ടാകുന്നതാണ്. ഈ നമ്മൾ ഈ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള പീലിംഗ് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതൊന്നും നമ്മുടെ ഡെർമറ്റോളജിസ്റ്റിനെ കാണാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം പീലിംഗ് സൊല്യൂഷൻ ഒക്കെ യൂസ് ചെയ്യാൻ. നമ്മുടെ സ്കിന്നിൽ കൂടുതൽ അത് എത്രത്തോളം അത് ഹാംഫുൾ ആവുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ പിന്നെ വരുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിൻ കെയർ സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തതാണ്. സ്കിൻ കെയർ സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ക്ലെൻസിങ്, ടോണിങ്, ഹൈഡ്രേറ്റ് ആൻഡ് സൺസ്ക്രീൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട്. ഇത് ഇത്രയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എവറി ഡേ നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുന്നതോറാണ് നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ആയി നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴും ഏതൊരു സ്കിൻ കെയർ ചെയ്യുന്ന ആളായാലും സ്കിൻ കെയർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അടുത്ത ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ സ്കിന്നിൽ ഇപ്പൊ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ട തരത്തിലുള്ള റിസൾട്ട്സ് കിട്ടുന്നില്ല. അത് കാരണം വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, ധാരാളം മിനറൽസ് ഉള്ള വെള്ളം കുടിക്കുക. ഇതിലൂടെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാലും ധാരാളം ഒരു ദിവസത്തിൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ്. നമ്മൾ ആ വെള്ളം നമ്മൾ പല ടൈമിലായിട്ട് അങ്ങ് കുടിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മളൊരു സ്കിൻ കെയർ ഡയറ്റ് ഫോളോ ചെയ്താൽ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് അച്ചീവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ മാർക്കറ്റിൽ പലതരത്തിലുള്ള ഫാൻസി ആയിട്ടുള്ള പലതരത്തിലുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റും മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ പ്രോഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് നമ്മൾ സ്കിന്നിനായാലും ഒരു സ്കിന്നിൽ നമ്മൾ ഡാമേജ് വരുത്താൻ പാടില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും രാത്രി എത്ര നമ്മൾ താമസിച്ചാലും എന്തൊക്കെ വർക്ക് ഉണ്ടെങ്കിലും നമുക്ക് രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മൾ മേക്കപ്പ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടേ കിടന്നുറങ്ങാവത്തുള്ളൂ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾ നൈറ്റ് എന്തായാലും സ്കിൻ കെയർ ചെയ്യണം. അത് ഏറ്റവും കമ്പയറായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്കിന്നെ ഏറ്റവും കൂടുതൽ റിപ്പയർ ചെയ്യുന്നത്, റിജുവിനേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്കിന്ന് ഉറങ്ങുമ്പോഴാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ രാവിലെ ചെയ്തില്ലെങ്കിൽ കൂടിയും നിങ്ങൾ നൈറ്റ് എന്തായാലും സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ 2 ദിവസത്തിൽ നമ്മളെ പില്ലോ കവർ മാറ്റുക, ബെഡ്ഷീറ്റ് മാറ്റുക. ഇതൊക്കെ നമ്മൾ ആ ഒരു സ്കിന്നുമായിട്ട് ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ഉള്ള ഫേസ് അല്ലെങ്കിൽ സ്കിന്നുമായിട്ട് ഭയങ്കരമായിട്ട് കോണ്ടാക്ട് ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വെയിലത്ത് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സൺഗ്ലാസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ സ്കാർഫ്, നമ്മളെ കൈ കവേർഡ് ആയിട്ടുള്ള രീതിയിൽ, ഫുൾ കവേർഡ് ആയിട്ടുള്ള രീതിയിൽ ഡ്രസ്സപ്പ് ധരിക്കണം. കൂടുതൽ നമ്മൾ വെയിൽ നമ്മളെ സ്കിന്നിലോട്ട് അടിക്കാത്ത രീതിയിലുള്ള ഡ്രസ്സസ് വേണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ. ലൈറ്റർ കളറിലുള്ള ഡ്രസ്സസ് നമ്മൾ മോർണിംഗ് ടൈമിൽ അല്ലെങ്കിൽ ഡേ ടൈമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിന്റെ സണ്ണിന്റെ എക്സ്പോഷറിൽ നിന്ന് കുറച്ച് നമുക്ക് റിലീഫ് കിട്ടും. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.